السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സമാധാനീയരായ സഹോദരങ്ങളെ സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമായി. വിശുദ്ധമായ റമളാനിൽ വിശ്വാസികളായ നമുക്ക് ചെയ്യാവുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈ വിശുദ്ധമായ റമളാനിൽ ഏകദേശം 2003 വിനീതനായ ഞാൻ രചിച്ച ഷഹ്റു റമളാൻ എന്ന് പറയുന്ന കൃതിയുമായി ബന്ധപ്പെട്ട ഒരു പഠനവും പാരായണവും നടത്തുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ സന്നദ്ധമായിരിക്കുകയാണ്. ഷിറാസ് കല്ലൂർ, റഊഫ് കൂരിയാട്, സയ്യിദ് അനസ് ബുഖാരി എന്നിവരുടെ നേതൃത്വത്തിലായി എല്ലാ ദിവസവും ഷഹ്റു റമളാൻ എന്ന പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് വളരെ കുറഞ്ഞ സമയം പ്രധാനപ്പെട്ട ചില വിജ്ഞാനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ കൃത്യമായി സ്വീകരിക്കുവാനും ആദരിക്കുവാനും പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുവാനും നമുക്കും നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ വിശ്വാസിനികൾക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് വന്നുപെട്ട ഈ മഹാമാരിയിൽ നിന്ന് വിമോചനം അല്ലാഹു വിധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥന ആശംസയായി അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ പഞ്ചതത്വങ്ങളിൽ 4-മതായി പറയുന്നത് റമളാനിലെ വിശുദ്ധ നോമ്പിനെ കുറിച്ചാണ്. സത്യസാക്ഷ്യവും 5 നേരത്തെ നിസ്കാരവും നിർബന്ധദാനവും ഹജ്ജ് തീർത്ഥാടനവും പോലെ പരമപ്രധാനമാണ് റമളാൻ മാസത്തിലെ നോമ്പ്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിന് ഏറെ സവിശേഷതകളും മഹത്വങ്ങളുമുണ്ട്. ഇവ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി എഴുതിയ ഷഹ്റു റമളാൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിലെ സ്വർഗാലങ്കാരവും നരകത്തിൻ്റെ നിരാശയും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 28, 29, 30, 31 പേജുകളിൽ ഇവ വിശദമായി പറയുന്നുണ്ട്. വിശ്വാസിയുടെ വസന്തകാലമാണ് റമളാൻ മാസം. റമളാനിൻ്റെ മഹത്വങ്ങൾ വിളംബരം ചെയ്യുന്ന അനേകം നബിവചനങ്ങളുണ്ട്. റമളാനിൻ്റെ എല്ലാ മഹത്വങ്ങളും ഒതുങ്ങുന്നതാണ് ഈ നബിവചനങ്ങൾ. റമളാൻ ആഗതമായാൽ സ്വർഗങ്ങൾ അലങ്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ദീർഘമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ പറയുന്നത്, റമളാനെ വരവേൽക്കാൻ സ്വർഗലോകം അലങ്കരിക്കപ്പെടുന്നതാണ്. സ്വർഗം കമനീയമായി സംവിധാനിക്കപ്പെടും. റമളാനിലെ ആദ്യ രാവ് ആഗതമായാൽ അർശിൻ്റെ തായ്വാരത്തു നിന്ന് ഒരു തരം മന്ദമാരുതൻ അടിച്ചു വീശും. സ്വർഗീയ വൃക്ഷങ്ങളിലെ ഇലകൾ മർമ്മരമുതിർക്കും. സ്വർഗ കവാടങ്ങളിലെ വട്ടക്കണ്ണികൾ നേർത്ത ആരവം മുഴക്കും. സ്വർഗപാർശ്വങ്ങളിൽ നിലയുറപ്പിച്ച ഹൂറികൾ ഈണത്തിൽ വിളിച്ചു പറയും, അള്ളാഹുവിലേക്ക് വിവാഹാഭ്യർത്ഥനയുമായി വരുന്നവരാരാണ്? അവർക്കിണയെ സമ്മാനിക്കപ്പെടും തീർച്ച. തുടർന്ന് അവർ സ്വർഗലോക പാറാവുകാരൻ റിദ്വാൻ അലൈഹിസ്സലാമിനോട് ചോദിക്കും, അല്ലയോ റിദ്വാൻ അലൈഹിസ്സലാം, ഏതാണ് ഈ സുന്ദരരാവ്? അപ്പോൾ റിദ്വാൻ അലൈഹിസ്സലാം പറയും, ഇത് റമളാൻ മാസത്തിൽ നിന്നുള്ള ആദ്യ രാവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്നും നോമ്പനുഷ്ഠിക്കുന്നവർക്കായി സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാവ്, അവർക്കായി സ്വർഗം അലങ്കരിക്കപ്പെടുന്ന രാവ്, അവരെ സ്വർഗം കാത്തു നിൽക്കുന്ന രാവ്. ആ രാവിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്.
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ളതാണ്. റമദാൻ മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ 30 ദിവസം നോമ്പനുഷ്ഠിക്കുമെന്നും സൽപ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും പ്രതിജ്ഞയെടുക്കുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാൻ ആസന്നമായാൽ സ്വർഗ്ഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും. മറ്റൊരു തിരുവചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാൻ മാസത്തിലെ പ്രഥമ രാത്രി അഥവാ ആദ്യ രാത്രി ആഗതമായാൽ സ്വർഗ്ഗവാതിലുകൾ തുറക്കപ്പെടുന്നതാണ്, ഒരു വാതിലും പിന്നെ അടക്കുന്നതല്ല. നരക കവാടങ്ങൾ അടക്കപ്പെടും, അതിൽ നിന്ന് ഒന്നും റമദാൻ വിട പറയുന്നത് വരെ തുറക്കുകയുമില്ല. ഇവിടെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അറബി കലണ്ടറിലെ മറ്റു മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റമദാൻ മാസത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. സൽപ്രവർത്തനങ്ങൾക്കും നിസ്കാരം, നോമ്പ് തുടങ്ങിയ കർമ്മങ്ങൾക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള മുക്തിക്കും അവസരമൊരുക്കുന്ന മാസമാണ് റമദാൻ മാസം. സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, നിസ്കാരം, നോമ്പ് തുടങ്ങിയ കർമ്മങ്ങൾ നിർവഹിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തനാവുക തുടങ്ങിയവയാണല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. ഇവക്ക് കൂടുതൽ അവസരം നൽകുന്ന ഒരു മാസമായി റമദാൻ മാറിയതുകൊണ്ടാണ് റമദാനിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പറയുന്നത്. ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി എന്നിവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റമദാനിൻ്റെ ആഗമന രാവിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുമെന്ന് കാണിക്കുന്നു. ويقول الله عز وجل يا رضوان افتح أبواب الجنة ويا مالك أغلق أبواب الجحيم عن صائمين عن أمة محمد صلى الله عليه وسلم. يا رضوان, സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കുക. യാ മാലിക്, നരക കവാടങ്ങൾ കൊട്ടിയടച്ചേക്കുക. സ്വർഗത്തിനു തൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് സന്തോഷജനകമാണ്. ആർത്തി പൂണ്ടുകയുന്ന നരകത്തിനാവട്ടെ കവാടം അടയ്ക്കപ്പെടുന്നത് ഏറെ നിരാശ സമ്മാനിക്കുന്നതുമാണ്. അതായത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നത് ഏറെ സന്തോഷമുള്ളതാണ്. എന്നാൽ തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങൾക്കായി ആർത്തു പൂണ്ട് നിൽക്കുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കുന്നത് ഏറെ നിരാശയുള്ളതാണ് നരകത്തിന്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് റമദാൻ മാസം ധന്യമാക്കണം. എങ്കിലേ അലങ്കരിക്കപ്പെട്ട ആ റമദാൻ മാസം കൊണ്ട് അലങ്കരിക്കപ്പെട്ട റമദാനിനെ സ്വീകരിക്കാൻ തുറക്കപ്പെട്ട ആ സ്വലോക സ്വർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. റമദാനിൽ പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അവക്ക് പുറമെ ഓരോ ദിവസവും ചൊല്ലേണ്ട പ്രധാന ദിക്റുകളുണ്ട്. റമദാനിൻ്റെ ആദ്യ ദിവസത്തിൽ ചൊല്ലേണ്ട ദിക്റാണ് اللهم اجعل صيامي صيام الصائمين وقيامي قيام القائمين ونبهني عن نومة الغافلين يا إله العالمين ويا خير الناصرين. സർവലോകനിയന്താവേ, സഹായികളിൽ അത്യുത്തമ, എൻ്റെ നോമ്പുകളെ സ്വീകാര്യത നേടിയ നിൻ്റെ നോമ്പുകാരുടേത് കണക്കെയും എൻ്റെ നിസ്കാരത്തെ നീ പൊരുത്തപ്പെടുന്ന നിസ്കാരക്കാരുടേതുപോലെയും ആക്കണേ. ആരാധന കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുന്നവരുടെ നിദ്രയെ തൊട്ട് എന്നെ നീ ഉണർത്തുകയും ചെയ്യണമേ. അതായത് എൻ്റെ നോമ്പുകളെ നീ ഇഷ്ടപ്പെടുന്ന നോമ്പുകാരുടേതുപോലെയും എൻ്റെ നിസ്കാരത്തെ നീ പൊരുത്തപ്പെടുന്ന രീതിയിൽ നിസ്കരിക്കുന്നവരുടേതുപോലെയും ആക്കണമേ. ആരാധനയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവരുടെ ഉറക്കിൽ നിന്നും എന്നെ നീ ഉണർത്തണമേ എന്നാണ് ഈ ദിക്റിനർത്ഥം. റമദാനിൻ്റെ ആദ്യ ദിവസത്തിൽ ഈ ദിക്ർ اللهم اجعل صيامي صيام الصائمين وقيامي قيام القائمين ونبهني عن نومة الغافلين يا إله العالمين ويا خير الناصرين
എന്ന ദിക്ർ നാം പ്രത്യേകമായി ചൊല്ലണം. വരും ദിവസങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തആല ഈ മഹത്തായ റമളാൻ കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.